ചെറുപ്പത്തിൽ നമുക്ക് കുറേ സമയം ഉണ്ടായത് കൊണ്ടല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം കൊണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് ബുക്ക് വായിക്കാൻ, മഴ നനയാൻ, പാട്ട് പാടാൻ, ഡയറി എഴുതാൻ, ചെടികൾ വളർത്താൻ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുറേ നേരം ആകാശം നോക്കിയിരിക്കാൻ. പക്ഷെ ജീവിതം ഇങ്ങനെ മാറി വരുമ്പം പഠിത്തം വരും, ജോലി വരും, ഉത്തരവാദിത്തങ്ങൾ വരും, നമ്മുടെ എയിമൊക്കെ ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ സമയം കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ അപ്രത്യക്ഷമായിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സന്തോഷം കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും, പുതിയ സാധനങ്ങൾ വാങ്ങിക്കും, പുതിയ പുതിയ നേട്ടങ്ങൾ നേടാൻ വേണ്ടി നോക്കും. പക്ഷേ നമ്മൾ ഈ അന്വേഷിക്കുന്ന സന്തോഷമൊക്കെ ഒരിക്കലും നമ്മളാ ഉപേക്ഷിച്ച് പോയ ചെറിയ കാര്യങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് വരാം. പണ്ട് ഡെയിലി ഞാൻ അത്രയും സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം. സ്കൂളിൽ ഇതിന് പ്രൈസ് കിട്ടുമ്പോഴും ആൾക്കാരെന്നെ അംഗീകരിക്കുമ്പോഴൊക്കെ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഗ്രാജുവലി സ്റ്റഡീസൊക്കെ ആയ സമയത്ത് ഞാനും മെല്ലെ മെല്ലെ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയി. ആൻഡ് ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ പേരിലാണെങ്കിൽ പോലും ഇതൊക്കെ പിന്നെയും ചെയ്യുന്ന സമയത്ത് ഐ ഫീൽ സോ അലൈവ്. പിന്നെയും ആ സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ പോയതുപോലെ ഒരു തോന്നൽ എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, പണ്ട് അത്രയും സന്തോഷത്തോടെ ചെയ്തിരുന്നത്, എന്നാൽ ഇപ്പോൾ തിരക്കുകളൊക്കെ കാരണം ചെയ്യാൻ പറ്റാണ്ട് പോയ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടാവില്ലേ? അതൊന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്ക്. നന്നായിട്ട് വരക്കണമെന്നില്ല, മനോഹരമായിട്ട് പാടണമെന്നുമില്ല, ആരെയും ഇമ്പ്രസ് ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം അതൊക്കെ ഒന്ന് പിന്നെയും ചെയ്താൽ, ഇപ്പം ഈ പെണ്ണെടുത്ത് വെറുതെ സ്ക്രിബിൾ ചെയ്തപ്പം എനിക്ക് കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ശരി, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.